ഈ കൊലപാതകം. മറ്റൊരു കാര്യമുണ്ട്, കുഞ്ഞനന്ദൻ മരിച്ചു. കുഞ്ഞനന്ദൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിന്റെ പേരിൽ കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ല്, എനിക്കൊരു ആക്ഷേപമില്ല. പക്ഷെ ഞാൻ പറയുന്നു, കുഞ്ഞനന്ദൻ മരിച്ചത് എങ്ങനെയാണ്? കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന്. എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവർ കൊന്നു കഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ്.